പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. അനുഗ്രഹീതമായ നല്ലൊരു ദിവസം കൂടെ ദൈവം നമുക്ക് നൽകി തന്നതിനായി ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഇന്ന് പകൽക്കാലം കർത്താവ് നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹത്തോടെ നിർത്തിയിരിക്കുന്നതിന് ദൈവത്തിന് മഹത്വം കൊടുക്കാം. ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ അപ്പാ ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇന്നത്തെ പകൽക്കാലത്തെ ചിന്തയ്ക്കായിട്ട് ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 40-ാം വാക്യം, നിനയാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പൻ. യേശു കർത്താവ് ആ കാലഘട്ടത്തിലുള്ളവരോടും നമ്മളോടും ഒരുപോലെ സംസാരിക്കുക. നനയാത്ത നാഴികയിൽ, നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത്, നമ്മൾ ഹല്ലേലൂയ ഇപ്പോൾ അല്ലെങ്കിൽ പലപ്പോഴും ഒരുങ്ങിയിരിക്കുന്ന അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷെ എവിടേക്കോ നമ്മൾ ക്ഷീണിച്ചു പോകും, തളർന്നു പോകും, എവിടേക്കോ നമ്മൾ പിറുപിറുക്കും. ഇന്ന് രാത്രി ദൈവവൈതലേ, ആ 10 കന്യകമാരുടെ ഉപമ നമ്മളോട് ദൈവം സംസാരിക്കുമ്പോൾ, യേശു കർത്താവ് സംസാരിക്കുമ്പോൾ, വിളക്കിനോടൊപ്പം എണ്ണ കരുതിയവരായി മാറുന്നവരുടെ കൂട്ടത്തിലാണ് നമ്മൾ ആയിരിക്കേണ്ടതെന്ന് ദൈവം ആഗ്രഹിക്കുക. നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്തു നോക്കണം. 10 കന്യകമാരിൽ ഏത് കൂട്ടരുടെ ഒപ്പമാണ് നമ്മളായിരിക്കുന്നത്? വിളക്കിനോടൊപ്പം എണ്ണ കരുതുന്നവരാണോ? അതെയോ ഹല്ലേലൂയ ക്ഷീണിച്ചു പോയവരാണോ? പ്രാർത്ഥിച്ച് നമ്മൾ പലപ്പോഴും തളർന്നു പോകാറുണ്ട്, ക്ഷീണിച്ചു പോകാറുണ്ട്. ചിലപ്പോഴൊക്കെ ഉത്തരം ലഭിക്കാതെ വരുമ്പോൾ എനിക്കെന്താ ഈ കഷ്ടത, എനിക്കെന്താ ഈ വിഷയങ്ങൾ, ഒന്ന് മാറി വരുമ്പോൾ ചിലപ്പോഴൊക്കെ നമ്മൾ തളർന്നു പോകും. ഹല്ലേലൂയ. വചനം പറയുകയാണ്, ചതഞ്ഞ ഓടെ ഒടിച്ചു കളയാത്തവൻ, പുകയുന്ന തിരിയെ കെടുത്തിക്കളയാത്തവൻ. ഇന്ന് രാത്രിയിൽ നീ പുകയുന്ന തിരിയാണെങ്കിൽ ഇന്ന് രാത്രി ഉയരത്തിലേക്ക് നിന്റെ കരമൊന്ന് ഉയർത്തി ദൈവത്തോട് ഒരു നിമിഷം പ്രാർത്ഥിക്കുമെങ്കിൽ നിന്നെ ജ്വലിപ്പിക്കുന്ന ഒരു അഗ്നിയാക്കി സ്വർഗം നിന്നെ ഇന്ന് രാത്രിയിൽ പ്രകാശിപ്പിക്കും. അതുകൊണ്ടാണ് വചനം പറയുന്നത്, എഴുന്നേറ്റ് പ്രകാശിക്കാം, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ് നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. ഈ ദിവസങ്ങളിൽ ഇതൊരു അന്ത്യകാലമാണെന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നുവെന്ന് നമുക്ക് ഓരോരുത്തർക്കും നന്നായിട്ടറിയാം. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഒരുക്കമുള്ളവരായി മാറണം. നാം ഒരുങ്ങിയിരിക്കണം എപ്പോഴും. കർത്താവിൻ്റെ വരവ് എപ്പോഴെന്ന് നമുക്കറിയത്തില്ല, പക്ഷേ നാം എപ്പോഴും ഒരുക്കമുള്ളവരായിരിക്കണം. 47-ാം വാക്യത്തിലേക്ക് ചെല്ലുമ്പോൾ, യജമാനന്റെ ഇഷ്ടം അറിഞ്ഞിട്ട് ഒരുങ്ങാതെയും അവന്റെ ഇഷ്ടം ചെയ്യാതെയും ഇരിക്കുന്ന ദാസന് വളരെ അടികൊള്ളും. വചനം പറയുക, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാതെ ഒരുങ്ങാതെ ആയിരിക്കുന്നവർക്ക് ഹല്ലേലൂയ ശിക്ഷാവിധി വളരെയാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി ദൈവവൈതലേ, നാം ഒരുക്കമുള്ളവരായി മാറണം. നാം ഹല്ലേലൂയ ദൈവസന്നിധിയിൽ എപ്പോഴും പ്രാർത്ഥിക്കുന്നവരായി മാറണം. ഹല്ലേലൂയ. യേശു കർത്താവ് 12-ാം അധ്യായത്തിൻ്റെ 49-ാം വാക്യത്തിൽ കർത്താവ് പറയുക, ഭൂമിയിൽ തീയിടുവാൻ ഞാൻ വന്നിരിക്കുന്നു, അത് ഇപ്പോഴേ കത്തിയെങ്കിൽ കൊള്ളായിരുന്നു എന്നല്ലാതെ ഞാൻ മറ്റെന്തിച്ഛിക്കേണ്ടു. ഈ ഭൂമി കത്തിയെരിയുന്ന ദിനമുണ്ട്. ദൈവവൈതലേ, നാം ദൈവത്തോട് ചേർന്നിരുന്നാൽ അതിൽ പെടാതെ നാം രക്ഷപ്പെടും. ഹല്ലേലൂയ. കർത്താവ് നമ്മളെ വീണ്ടെടുത്ത് കർത്താവിൻ്റെ പാദപീഠത്തിൽ ആക്കിയിരിക്കുന്നത് നമ്മളെ കർത്താവിനോട് ചേർത്ത് പിടിച്ച് ഈ ഹല്ലേലൂയ പ്രതിസന്ധി അല്ലെങ്കിൽ നശിക്കുന്ന ലോകത്ത് നിന്ന് വീണ്ടെടുത്ത് കർത്താവിൻ്റെ രാജ്യത്തിലാക്കുക. ഇന്ന് ഹല്ലേലൂയ പകൽക്കാലം കർത്താവിനോടൊപ്പമായിരിക്കുവാൻ നമ്മൾ ഓരോരുത്തരും ഒരുങ്ങാം. കർത്താവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഈ പകൽക്കാലം നമുക്ക് ഓരോരുത്തർക്കും അനുഗ്രഹമായി മാറട്ടെ. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.